ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഫാത്തിമ. ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ +2 നമുക്ക് എങ്ങനെ പഠിച്ച് നല്ലൊരു സ്കോർ നേടാം. അതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ ഫോക്കസ്. ഞാൻ 2023 ബാച്ചായിരുന്നു ആൻഡ് അന്നത്തെ എൻ്റെ സ്കോർ 1192 ആയിരുന്നു. വിത്തൗട്ട് എനി ട്യൂഷൻ ഒന്നുമില്ല. ഞാൻ ഒരു ട്യൂഷനും പോയിട്ടില്ല. ജസ്റ്റ് എൻ്റെ സ്കൂളിൽ പഠിച്ച ടീച്ചേഴ്സും അതുപോലെ തന്നെ യൂട്യൂബിൽ കുറേ ക്ലാസ്സുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാർക്ക് എനിക്ക് കിട്ടാൻ. ആൻഡ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, കുറച്ച് ടിപ്സ്, അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റ് ഞാൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്ന അതിൻ്റെ ഒരു സ്ട്രാറ്റജി, അതെല്ലാം ഞാൻ പറയാം. സോ ലെറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ട് മൈ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ പറയുക, ചൈൽഡ്ഹുഡ് തൊട്ട് അൽഹംദുലില്ലാ നല്ലൊരു സ്കോർ, അതായത് എന്താ പറയുക, ഒരു ടോപ്പർ, ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വന്ന ആളാണ്. സോ ആ ഇയേഴ്സ് ഓഫ് ആ ഒരു എന്താ പറയുക ഹാർഡ് വർക്ക്, അത് കാരണം എനിക്കൊരു +2 ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര, സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് എളുപ്പമായിരുന്നു. അതായത് കുറേ നേരം ഇങ്ങനെ പഠിക്കുക അങ്ങനത്തെ അതല്ലായിരുന്നു. അതായത് എൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ശ്രദ്ധിച്ചിരിക്കും. ആ ഒരു ക്ലാസ്സിൻ്റെ ടൈമിൽ തന്നെ മാക്സിമം, അതായത് എനിക്ക് മനസ്സിലാക്കി എനിക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം ക്ലാസ് ടൈമിൽ തന്നെ ഞാനങ്ങ് തീർക്കും. എന്നിട്ട് ആണ് പിന്നെ എക്സാം ടൈം ആകുമ്പോൾ നോക്കുക ചെയ്യുന്നത്. അപ്പം ഇത് ഒരിക്കലും ലൈക്ക് ഞാൻ പഠിച്ച രീതിയല്ല. കാരണം ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയുക, ഇപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കുറേ നേരം അങ്ങനെ പഠിച്ചൊരു കുട്ടിയല്ല. അപ്പം പല ടൈപ്പ് കുട്ടികളുണ്ടാവുമല്ലോ. ഞാനിതിപ്പം എല്ലാവർക്കും ബേസിക്കായിട്ട് എല്ലാവർക്കും എങ്ങനെ ഫോളോ ചെയ്യാം, എല്ലാവർക്കും നല്ലൊരു ഇതിലെങ്ങനെ എത്തിച്ചേരാം, ഇതാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഇത്രയും വർഷം ഇപ്പം എൻ്റെ സ്കൂൾ ലൈഫ് ഫുള്ള് ഞാൻ എങ്ങനെയാണോ, എൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെയാണോ ചെയ്തു വന്ന് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത് എൻ്റെ ആ ഒരു പഠിക്കുന്ന രീതി, അതിൻ്റെ എല്ലാം കൂടെ ഉള്ളത്. അതായത് ഞാൻ +2 മാത്രം എങ്ങനെ പഠിച്ചു അങ്ങനെയല്ല, ഓവറോൾ നമുക്കിപ്പോൾ ഏതൊരു ക്ലാസ് ആയിക്കോട്ടെ എങ്ങനെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ട്, ഞാൻ പോയിൻ്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ മറന്നു പോയാലോ. അങ്ങനെ ഫസ്റ്റ് കണ്ടോ, ലിസൺ കെയർഫുള്ളി. അതായത് ക്ലാസ്, അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ പിന്നെ പഠിക്കാമെന്ന രീതിയിൽ ഇരിക്കല്ലേ. ക്ലാസ്സിലെ ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അത് കറക്റ്റ് ആ പഠിപ്പിക്കുന്ന ടൈമിൽ തന്നെ നോക്കി പോവാം. അതിൻ്റെ പിന്നെ നോട്ട്സ് എടുക്കുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും ലെക്ചർ നോട്ട് എഴുതുന്നതാണല്ലോ. ആ നോട്ട്സ് എഴുതുന്ന സമയത്ത് ടീച്ചർ ഇപ്പോൾ ഒരു നോട്ട് പറയും, അത് നമ്മൾ എന്തായാലും എഴുതണം. പക്ഷേ ടീച്ചർ പഠിപ്പിക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവുന്ന രീതി, അതിപ്പോൾ ഭംഗി വേണം അങ്ങനെ ഒന്നുമല്ല, ചിലപ്പോൾ ചില പോയിന്റുകളായിരിക്കാം. ആ പോയിന്റുകൾ നോട്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ടീച്ചേഴ്സ് ഈ പഠിപ്പിക്കുന്ന ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഇങ്ങനെ പറഞ്ഞു തരുമോ. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഫുൾ പോർഷൻ എഴുതിയെടുക്കുക. ആ ടോപ്പിക്കിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും എഴുതിയെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് എഴുതണം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്ക് ഡൗട്ട്. അതിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ശരിക്കും ഇങ്ങനെ ക്ലാസ്സിൽ ഫുള്ളായിട്ട് ഡൗട്ട് ചോദിക്കാൻ മടിയുള്ള ഒരാളാണ്. എനിക്കത് അങ്ങനെ കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് ChatGPT ഇല്ല, അന്നത്തെ സമയത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ എൻ്റെ ഡൗട്ട് എന്താണോ അത് ചോദിച്ച് അതിൻ്റെ ഇതെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ChatGPT ഉണ്ട്. ലൈക്ക് എന്തും വേറെ ആരെന്ത് വിചാരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ആസ്ക് ChatGPT. നിങ്ങൾക്ക് എന്ത് ചെറിയ അറിയാലോ, എന്ത് കുഞ്ഞിതാണേലും അത് ചോദിച്ചാൽ നല്ല ഈസി ആയിട്ട് പറഞ്ഞു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഒരു ഡൗട്ട് ഉണ്ട്, അപ്പോൾ ചോദിക്കുമ്പോൾ അപ്പോൾ അത് നമ്മളത് പ്രോംപ്റ്റ് എന്നാണ് പറയാം. നമ്മൾ ആ ഒരു ChatGPT എടുത്ത് ചോദിക്കുന്ന വേ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ഡൗട്ടാണ് ഇങ്ങനെ പറയാം, ഞാൻ ബേസിക്കായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, എനിക്ക് ലൈക്ക് അത്രയും ഒന്നും അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അത് ആ പ്രോംപ്റ്റിങ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരിത് തരും. അതായത് നമ്മളിങ്ങനെ ChatGPT ആയിട്ട് വേറൊരാൾ നമ്മൾ അറിയുന്നില്ല, അപ്പോൾ നമ്മൾ എന്തും ചോദിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ബേസിക്കായിട്ടുള്ള ഒരാൾക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ChatGPT ഭയങ്കര ഹെൽപ്പ്. ഞാനിപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് പഠിക്കാം, ഞാനിപ്പോൾ 3rd സെമ്മായി. ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും എത്ര ടഫുള്ള ഇതാണ് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ChatGPT ഉണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ChatGPT യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഇത് ഞാൻ പറഞ്ഞതാണ്, ക്ലാസ് പഠിപ്പിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. എന്ത് കോൺസെപ്റ്റാണ് മിസ് എടുക്കുന്നത് അത് നല്ലോണം ശ്രദ്ധിച്ച് അത് കറക്റ്റ് ഇങ്ങനെ എന്താ പറയുക, ചില ടോപ്പിക്ക് നമുക്ക് സത്യം ഒരു പ്രാവശ്യം കേട്ടെന്നാണ് ചിലപ്പോൾ മനസ്സിലാത്ത ടോപ്പിക്കാണ്. ചിലതാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ കേട്ടാൽ മതി, എല്ലാം മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലാത്ത ടോപ്പിക്ക് എന്ത് ചെയ്യുക, വീട്ടിൽ വന്ന് അന്നത്തെ ഇത് കഴിഞ്ഞിട്ട് മനസ്സിലാവാത്ത എന്ത് ചെയ്യുക, ഒരു ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു, ഞാൻ പറഞ്ഞത് നോട്ട് എഴുതുന്ന സമയത്ത് ഒരു ചെറിയൊരു ബോക്സ് അടിച്ചിടാം. അത് മനസ്സിലാത്ത ടോപ്പിക്കുകൾ ഇങ്ങനെ പെട്ടെന്ന് ടീച്ചർ പറഞ്ഞു പോകുമ്പോൾ നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ChatGPT എടുത്ത് ചോദിച്ചത് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ പഠിക്കാനാണ് പറഞ്ഞത്, പക്ഷെ പഠിക്കുകയല്ല, എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഫസ്റ്റ് ഡേ ഇപ്പോൾ
ക്ലാസ്സിൽ പഠിപ്പിക്കാൻ അന്ന് തന്നെ പഠിക്കണമെന്നില്ല. ആ സംഭവം കോൺസെപ്റ്റ് കേൾക്കുക, അതിനെ മനസ്സിലാക്കി വെക്കുക, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വരുമല്ലോ, അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ആ നോട്ട്സിലൂടെ വെറുതെ പോവുക. അതായത് ഞാൻ ഒരിക്കലും അന്ന് തന്നെ പോയി കുത്തിയിരുന്ന് എന്താ പറയുക അത് ഫുൾ പഠിപ്പിക്കുക അങ്ങനെയല്ല. അന്ന് തന്നെ പോയിട്ട് ആ നമ്മൾ എഴുതിയ നോട്ട്സിൽ കൂടി ഇങ്ങനെ പോവാം. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എനിക്ക് മെമ്മറി സ്പാൻ എത്ര ഓർമ്മയില്ല, അത് എത്ര മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ കേട്ടത് അല്ലെങ്കിൽ പഠിച്ചതിൻ്റെ എത്രയോ പോർഷൻ നമ്മൾ മറന്നു. അതിന് നല്ലൊരു വേ ആണ് വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഈ നോട്ട്സിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ അത്രയും പോർഷൻ ഉണ്ടല്ലോ നമുക്ക് വീണ്ടും നമ്മുടെ മെമ്മറി വരും. അപ്പം നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്ന ഓക്കെ ഇതെന്ത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, വീണ്ടും ഓർമ്മിപ്പിക്കണം. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും, അത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതിൻ്റെ ഗുണം നമുക്കറിയാൻ പറ്റുന്നത് നമ്മൾ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ ഇത് റിവൈസ് ചെയ്യാൻ എടുക്കുമല്ലോ, അപ്പം നമുക്കിങ്ങനെ വായിച്ച് പെട്ടെന്ന് പോകാൻ പറ്റും. കാരണം എന്താ, ഓൾറെഡി നമ്മളെ ബ്രെയിനിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞതുകൊണ്ട് അത് ഓർത്ത് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ബ്രെയിന് അത് ഓർത്ത് വെക്കാനാണ് ഈ ഒരു സെയിം ഡേ എന്ത് ചെയ്യുക വീട്ടിൽ പോയിട്ട് ആ നോട്ട്സിലൂടെ പോകണമെന്ന് പറയാം. പിന്നെ സ്റ്റഡി ടൈം അത് ഡിപ്പെൻസാണ്. ഇപ്പം നല്ലോണം അതായത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത ഒരാൾക്ക് കുറച്ച് നേരം ഇരുന്ന് പെട്ടെന്ന് ആ ഒരു നോട്ടിൽ കൂടെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ തന്നെ അവർക്ക് അതെന്താ പറയുക മനസ്സിലാവും. പക്ഷെ ചിലവർക്കാണെങ്കിലോ ചിലപ്പോൾ അത് എഴുതി പഠിക്കണം, ചിലവർക്കാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ വായിക്കണം. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഇപ്പം നിങ്ങളുടെ ഇതെന്താണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഇതാണ് സ്റ്റഡി ടൈം. അത് ഇപ്പം നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചല്ലോ, ഇപ്പം ഇത് കാണുന്ന മിക്കവാറും +1 +2 കുട്ടികളായിരിക്കും. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ രീതി എങ്ങനെയാണ്. ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ആകെ 1/2 മണിക്കൂർ പഠിച്ചിട്ട് അവൾക്ക് ഇത്രയും മാർക്ക് കിട്ടി, അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പഠിക്കുന്നത് അങ്ങനെ വിചാരിക്കല്ലോ. ഓരോരുത്തരും ഡിഫറെൻറ്റാണ്. ഇപ്പം എനിക്ക് ചിലപ്പോൾ കുറച്ച് സമയം പഠിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അതായത് ഓരോരുത്തരുടെ ഇത് ഡിഫറെൻറ്റാണ്. നമ്മൾ വിചാരിക്കുന്ന അതായത് എന്നെ പോലെ ആയിരിക്കത്തില്ല എൻ്റെ ഫ്രണ്ടിന് ചിലപ്പോൾ കുറേ നേരം എഴുതി പഠിക്കാനായിരിക്കും, എനിക്ക് ചിലപ്പോൾ വായിച്ച് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാളിങ്ങനെ പഠിച്ചെന്ന് പറഞ്ഞാൽ അതേ ഇതിലല്ല നമ്മൾ പഠിക്കേണ്ട. ഓരോരുത്തരും ഡിഫറെൻ്റാണ്, ഓരോരുത്തർക്കും പഠിക്കാൻ ഓരോ രീതിയുണ്ട്. ഇവിടെ ഈ ഒരു സ്റ്റഡി ടൈം ഈ ഒരു പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ രീതി എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കണം. അപ്പോൾ സ്റ്റഡി ടൈം ഡിപ്പെൻസ്. അതായത് ഇപ്പോൾ എന്താ എനിക്കിപ്പോൾ 1/2 മണിക്കൂറാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ വേണ്ടി വരും. അത് ഇന്ന ആൾ ഇത്ര പഠിച്ചു അങ്ങനെയല്ല, നമുക്ക് എത്രയാണ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കണം. പിന്നെ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ കുറേ പേരിങ്ങനെ ചിലവർക്ക് ഇങ്ങനെ വിഷമമുണ്ടോ, അയ്യോ എനിക്ക് ഇത് ട്യൂഷന് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് മാർക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ട്യൂഷന് പോയിട്ടില്ല. എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് പഠിപ്പിക്കും, എനിക്കറിയാത്ത പോർഷൻസ് ഞാൻ യൂട്യൂബിൽ വന്ന് നോക്കും. യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയത്ത് യൂസ് ചെയ്തത് എൻ്റെ +1 +2 സമയത്ത് ഞാൻ സൈലായിരുന്നു കൂടുതൽ യൂസ് ചെയ്തത്. പക്ഷേ 10th സമയത്ത് ഞാൻ MS സൊല്യൂഷൻ ആയിരുന്നു. അതായത് ഇപ്പം നിങ്ങൾക്ക് സൈലെന്നല്ല ഞാൻ ഒരു ഇതും പ്രൊമോട്ട് ചെയ്യല്ലേ, ഞാൻ പറയുന്നത് ഏതൊരു ഇതും നിങ്ങൾക്കിപ്പോൾ ഒരു ഇത് മനസ്സിലായില്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ് ഉണ്ട്. ഒന്നെന്നല്ല ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തായിരിക്കും ഇതെനിക്ക് നല്ല മനസ്സിലായി, ചിലപ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ രീതി ഡിഫറെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് കാണാം, കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഓക്കെ ഇതെനിക്ക് കത്തുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. സിമ്പിളായിട്ടുള്ള കാര്യം. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ് ഏതാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, അത് കണ്ടുപിടിക്കുക, അത് ക്ലാസ് ഫോളോ ചെയ്യുക. ഇപ്പോൾ എല്ലാ ക്ലാസ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് ഇന്ന് ഞാൻ ഈ ഫുൾ ക്ലാസ് കാണാം അങ്ങനെയല്ല. നമ്മൾ ആ പോയിൻ്റ് ഇവിടെ ചെയ്ത് ക്ലാസ്സിലുള്ള സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ മനസ്സിലാവാത്ത ഇതൊക്കെ എന്ത് ചെയ്യുക യൂട്യൂബിൽ നോക്കാം. പിന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ആവേണ്ട ഒരു കാര്യമില്ല, കാരണം നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. സത്യം പറഞ്ഞാൽ +1 നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. ഇപ്പോൾ പറയുവാണെങ്കിൽ PYQ നോക്കാം, നല്ലോണം PYQ ഇപ്പോൾ ഞാൻ HSS ലൈവൊക്കെ നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അതിൽ നോട്ട്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. PYQ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത്, അതായത് ഇപ്പം കുറേ ക്വസ്റ്റ്യൻസ് എന്താ പറയുക റിപ്പീറ്റ് ആയിട്ടായിരിക്കും വയ്ക്കുക. PYQ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത്, ഈ ഒരു മോഡലായിരിക്കും വരുന്നത്. ആ ഒരു ഐഡിയയിൽ എന്ത് ചെയ്യുക പഠിക്കുമ്പം ഞാൻ പറയാറ് ഞാൻ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഫുൾ ചാപ്റ്ററിലൊന്ന് പോകും, എന്നിട്ട് ഞാൻ PYQ പോകും. PYQ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് ഐഡിയ കിട്ടും, ഓക്കെ ഈ പോർഷനിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഞാൻ രണ്ടാമത് ആ ഒരു ചാപ്റ്റർ എടുക്കുന്ന ടൈമിൽ ഞാൻ ആ PYQയുടെ ആ ബേസിലായിരിക്കും പഠിക്കുന്നത്. ഓക്കെ ഈ ഒരു പോർഷൻ ആകുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാനുണ്ട്, ഇപ്പോൾ SC ആണെങ്കിൽ ആ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഫുൾ ഓവറോളുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇനി സബ്ജക്റ്റ് വൈസ് ഞാൻ പറയാം. ഫസ്റ്റ് എന്തായിരുന്നു, ക്ലാസ്സിൽ നമ്മൾ നേരെ ശ്രദ്ധിച്ചിരുന്ന് തിയറി കോൺസെപ്റ്റ് എന്താണ് അതാണ് നല്ലോണം മനസ്സിലാക്കുക. പിന്നെ ലെക്ചർ നോട്ട് എഴുതുക,
അന്ന് തന്നെ പോയിട്ട് ആ ലെക്ചർ നോട്ട് വെറുതെ പഠിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് നോക്കാം. ഇപ്പം സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, എക്സാം ഇപ്പം നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾ എക്സാം എടുക്കാറായി, അപ്പം ഉള്ള കാര്യമല്ല, എക്സാം എടുക്കാറാകുമ്പോൾ ഞാൻ ചെയ്യാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ആദ്യം ഓക്കെ ഞാനൊന്ന് എക്സാം ഇട്ടിട്ട് പറയാം. ഇപ്പോൾ എക്സാം എടുക്കാറായല്ലോ, ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുക. ഇപ്പോൾ ഫിസിക്സ് നിങ്ങൾക്കറിയാലോ ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടെന്ന്. ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന രീതിയാണ്, ആദ്യം എല്ലാ ചാപ്റ്ററിനും നെയിം എഴുതും. എന്നിട്ട് എനിക്കതിൽ നല്ലോണം അറിയുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ അത് ഞാനൊരു ഗ്രൂപ്പാക്കും. കുറച്ച് അറിയാം, പക്ഷെ എന്നാലും എനിക്കൊന്ന് എന്താ പറയുക ടച്ചപ്പ് ചെയ്തെടുക്കാനുണ്ട്, അതൊരു തീരെ അറിയാത്തത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ രീതി എന്ന് വെച്ചാൽ പലവർക്കും പല ഞാൻ എൻ്റെ ഇത് പറയുന്നത്, എനിക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് എടുക്കും. എന്നിട്ടിപ്പം ചിലപ്പോൾ എനിക്കത് ഒട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഫുൾ ക്ലാസ്സിൻ്റെ യൂട്യൂബ് ക്ലാസ് കാണും, അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ മോഡറേറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഈസി, കാരണം എന്താണെന്നറിയാം, എക്സാം ടൈം അടുക്കുമ്പോഴത്തേക്കും ഈ ഹാർഡ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാനിക്കാവും, കാരണം നമ്മൾ പഠിച്ചും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈസി മാറ്റി വെച്ചാൽ നമുക്കറിയാം ഓക്കെ നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അങ്ങനത്തെ ഒരു എൻ്റെ കാര്യമാണ് എന്താ പറയുന്നത്, എനിക്കപ്പോൾ അത് ഭയങ്കര റിലീഫായിരുന്നു. അതായത് എക്സാം ടൈം ആകുമ്പോൾ ഈസി ഉള്ളത് മാറ്റി വെച്ചാൽ ഇതിപ്പം എനിക്ക് എക്സാമിന് ഒരു 2 ദിവസം മുമ്പ് നോക്കിയാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പേടിയില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഞാനങ്ങനെ ഹാർഡായിട്ടുള്ള ആദ്യം ഞാൻ ഫുൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഹാർഡ് മോഡറേറ്റ് ഈസി പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഹാർഡ് പഠിക്കും, പിന്നെ മീഡിയം, പിന്നെയാണ് ഈസിയിലോട്ട് വരാറ്. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. പിന്നെ ഞാൻ എക്സാം പേപ്പറിന് എനിക്കൊരു പ്രോപ്പർ വേ ഉണ്ടായത്. അത് ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ഇരിക്കുന്നത്, അപ്പോൾ എൻ്റെ പ്ലസ് ടുവിലെ പേപ്പേഴ്സ് ഒന്നും എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പം അതായത് ഈ ക്രിസ്മസ് വെക്കേഷൻ ആകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് നീറ്റായിട്ട് ഒരു ആൻസർ ഷീറ്റ്, അതായത് നമ്മൾ ഈ പഠിക്കുന്നത് മാത്രമല്ല നമ്മൾ ആ ഒരു ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നതിനൊരു വേ ഉണ്ട്, അതിനൊരു മാർക്കുണ്ട്. അതായത് ചില പേപ്പേഴ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി ഈ കുട്ടി പഠിക്കും, അങ്ങനെ അത് ആൻസർ ഷീറ്റ്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയല്ല, നമ്മൾ പഠിക്കുന്നതിനൊരു വേ ഉണ്ട്, ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേറെ വേ ഉണ്ട്. അത് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ ആൻസർ ഷീറ്റുകൾ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഉണ്ട്, അത് ഞാൻ എടുത്തിട്ട് അത് ഞാൻ ഒരു പ്രോപ്പർ വീഡിയോ ആക്കി കാണിച്ചു തരാം. സോ ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് പോവാം. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഫിസിക്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫിസിക്സ് ആണ്. കുറേ പേർക്ക് ഫിസിക്സ് ആയിരിക്കും പാട്, കുറേ പേർക്ക് ഈസി. അങ്ങനെ എനിക്ക് എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഫേവറേറ്റ് സബ്ജക്റ്റ് അങ്ങനെ വെച്ചാൽ എനിക്ക് ബയോ ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ എനിക്കെല്ലാം ഇഷ്ടമാണ്, അല്ലാതെ എനിക്കൊരു സബ്ജക്റ്റ് ഇങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല, എല്ലാം എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർക്ക് ഡിഫറെൻറ്റാണ്, ചിലവർക്ക് ഫിസിക്സ് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നവർക്ക് അവർക്ക് ബയോ ചിലപ്പം ഇഷ്ടമല്ലായിരിക്കും, അങ്ങനെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫിസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അണ്ടർസ്റ്റാൻഡ് ദ തിയറി. ഫിസിക്സിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണ ഈ കാണാതെ പഠിത്തമുണ്ടല്ലോ, അത് ശരിയാവില്ല. ഫസ്റ്റ് ആ തിയറി, ഇപ്പം ഞാൻ പറയുന്നത് അത്രയും ഡീപ്പ് ലെവലിൽ മനസ്സിലാവും. നമുക്ക് പ്ലസ് ടുവിന് ഡീപ്പ് ലെവലിൽ പോവേ വേണ്ട, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ആ പെരിഫറൽ പാർട്ട് മാത്രം, സർഫസ് പാർട്ട് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ, തിയറി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പം നമ്മൾ എന്തായാലും ഒരു പാഠം എടുക്കാം, അതിനാദ്യത്തെ പോർഷൻ എടുക്കാം. അപ്പം നോക്കാം ഓക്കെ എനിക്ക് ഈ പോർഷൻ അറിയാവോ ഇല്ലയോ, അത് ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇപ്പോൾ അറിയാത്ത ഇത് ChatGPT ചോദിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ആണ്, അതൊക്കെ നിങ്ങളിഷ്ടം. അങ്ങനെ കണ്ടിട്ട് ആ തിയറി ഫസ്റ്റ് നല്ലോണം മനസ്സിലാക്കുക. പിന്നെ ഷോർട്ട് നോട്ട്സ്, ആ തിയറിക്കാണ് ഷോർട്ട് നോട്ട് ഞാൻ പറയുന്നത്. അത് ഒരിക്കലും ഇപ്പം ആരെയും പറഞ്ഞു തന്നെ നോട്ട് അങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലായ പോയിൻറ്റുകൾ, ചെറിയ ചെറിയ പോയിൻ്റ് ആകാം, അല്ലെങ്കിൽ അങ്ങനത്തെ അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ അതെന്തെങ്കിലും ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് മാറ്റാം. പിന്നെ ഞാൻ എപ്പോഴും പഠിക്കാൻ എടുത്തിരുന്ന രീതി എന്ന് പറഞ്ഞാൽ ടീച്ച് അതേഴ്സ്. അതായത് ഇപ്പം നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു, അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ആരും പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരാളുണ്ട്, അവർക്ക് ഞാനിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം, ആ ഒരു രീതി വിചാരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ടോപ്പിക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ വേണമല്ലോ. നമ്മൾ ജസ്റ്റ് എക്സാമിന് വേണ്ടി ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിന് ആ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് നല്ലോണം മനസ്സിലാവും. കാരണം നമുക്ക് നല്ലോണം ഒരു കോൺസെപ്റ്റ് മനസ്സിലായാലേ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം നമ്മളിപ്പോൾ എക്സാമിന് ഇരിക്കുക, നമ്മൾ ആ ഒരു കാണാതെ പഠിച്ചൊരു രീതിയുണ്ട്, അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോയി. ഇപ്പോൾ ആരെങ്കിലും ഒരാളെ സ്റ്റാർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എഴുതാൻ പറ്റും, പക്ഷെ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം
സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടിയാൽ നമുക്കത് എഴുതാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തം വേർഡ്സിൽ നമുക്ക് അത് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ തിയറി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്നിട്ട് മാത്രം ഈ ഡെറിവേഷനിലോട്ടൊക്കെ കിടക്കുക. ഡെറിവേഷൻ ഓരോരുത്തർ ഓരോ രീതിയാണ്. ചിലവർക്ക് എഴുതി പഠിച്ചാൽ മനസ്സിലായി, ചിലർക്ക് വായിച്ചാൽ മതി. എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില ഡെറിവേഷൻസ് എളുപ്പമായിരിക്കും, അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വായിച്ചു വിടും. ചില പാടുള്ള ഡെറിവേഷൻ എന്ത് ചെയ്യും, ഞാൻ എഴുതിയാൽ പഠിക്കുക. പക്ഷെ ഞാൻ എല്ലാവരോടും കോമൺ ആയിട്ട് പറയുന്നത് എഴുതി പഠിക്കുക. ഡെറിവേഷനാണോ എഴുതുക. അത് നമ്മൾ കുറേ എഴുതി കഴിയുമ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നറിയോ, അതായത് നമ്മൾ ഈ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടും കുറേ നമ്മൾ എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങനെ മസിൽ മെമ്മറി പോലെ, അതായത് നമ്മൾ അത് എഴുതുമ്പോൾ അടുത്തത് നമുക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എഴുതുമായിരിക്കും, അടുത്ത സ്റ്റെപ്പ് ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ആലോചിക്കുന്ന പോലെ ഉണ്ടാവില്ല, പക്ഷേ നമ്മളെ കൈ ഇങ്ങനെ എഴുതി പോകും. അതൊരു രീതി, അതായത് നമ്മൾ എഴുതി പഠിച്ചാലുള്ള ഗുണം അതാണ്, മസിൽ മെമ്മറി അവിടെ ഉണ്ടാവും. അപ്പം ആലോചിക്കണത്, ഇപ്പം നിങ്ങൾക്ക് ഒരു ഡെറിവേഷൻ ഭയങ്കര എളുപ്പമാണ്, അപ്പോൾ അതിരുന്ന് എഴുതി പഠിക്കേണ്ട കാര്യമില്ല. അതെന്ത് ചെയ്യുക, പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു വിടാം. അത്ര ഉറപ്പ് വേണം, അതായത് വായിച്ചു വിട്ടാലും എനിക്ക് ആ ഒരു ഇത് എഴുതാൻ പറ്റുന്നു, അങ്ങനെ ഉറപ്പുള്ളത് മാത്രം വായിച്ചു വിടാം. കാരണം നമുക്ക് അത്ര ഉറപ്പുള്ള കാര്യം നമ്മൾ വെറുതെ എഴുതി ടൈം കളയേണ്ട കാര്യമില്ല. ആ ടൈം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാടുള്ള ഇതിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള ഡെറിവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് എഴുതിപ്പോവാം. എഴുതിയല്ല, വായിച്ചു വിടാം. ഇനി ഭയങ്കര പാടുള്ള ഡെറിവേഷൻ എഴുതി പഠിക്കുക. അങ്ങനെ ചിലപ്പോൾ നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിരിക്കും, പക്ഷേ അത് എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഈ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് ഡെറിവേഷൻ അറിയാമല്ലോ, നമ്മളൊരു ലൈൻ എഴുതും, അത് നെക്സ്റ്റ് ലൈൻ എന്താണ് നമ്മൾ മറന്നു പോയാൽ കഴിയും, പിന്നെ ബാക്കി ഡെറിവേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡെറിവേഷൻ എഴുതി പഠിക്കാം. പിന്നെ പ്രോബ്ലംസ്, എൻ്റെ ടൈമിലൊക്കെ പ്രോബ്ലംസ് വരാറുണ്ടായിരുന്നു, പക്ഷെ അത് ചിലപ്പോൾ നമുക്കിങ്ങനെ ഞാൻ ശരിക്കും മറന്നു പോയിട്ട്, പക്ഷേ അതായത് ഓപ്ഷൻ ആയിരിക്കുമല്ലോ, ഇപ്പം 4 മാർക്കിന് 6 തന്നിട്ട് 5 എഴുതാം. അങ്ങനെ മിക്ക ഇതിലും നമുക്ക് പ്രോബ്ലം സ്കിപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. എന്ത് ചെയ്യുക, ജസ്റ്റ് HSS ലൈവിലൊക്കെ നോട്ട്സ് ഉണ്ടാവുമല്ലോ, ആ നോട്ട്സിൽ കുറേ പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ടെക്സ്റ്റ് ബുക്ക് നല്ല ഫോളോ ചെയ്യുന്നത്, ഫിസിക്സ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. ഫിസിക്സൊക്കെ ഞാൻ HSS ലൈവിൽ നോട്ട്സ് ആയിരുന്നു. ആ നോട്ട്സിൽ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടാവില്ല, ആ പ്രോബ്ലംസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് തന്നെ ധാരാളം. നമ്മളുടെ കേരള സിലബസ് +1 അത് തന്നെ ധാരാളം. അതിൽ തന്നെ അത്ര ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് തോന്നുന്നത് ആ പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. കാരണം ഞാൻ അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് പ്രോബ്ലംസിൻ്റെ കേസ്. ഇപ്പം നിങ്ങൾക്ക് പ്രോബ്ലംസ് പാടാണ്, അങ്ങനെയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് നോക്കി വെക്കുക. ബാക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, കാരണം നിങ്ങൾക്ക് ബാക്കി തിയറി എഴുതുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഡെറിവേഷൻ എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം പ്രോബ്ലംസ് പക്ഷേ ഇനി ഫുൾ മാർക്ക് വാങ്ങണം അങ്ങനത്തെ രീതിയിലുള്ള ആളുകളാണെങ്കിൽ എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസും ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ചില പ്രോബ്ലംസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കും, മിക്കത് ഞാൻ ഇങ്ങനെ വായിച്ചാൽ വിടാം. കാരണം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, ഈ ക്വസ്റ്റ്യൻ വന്ന് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാലും മതി. പിന്നെ PYQ, നമ്മളിപ്പം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് PYQ നോക്കാൻ നിന്നാൽ അങ്ങനത്തെ ഒരു ഇത് നടക്കില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ചാപ്റ്റർ അതിനെ പറ്റിയ ഒരു ഐഡിയ കിട്ടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു ചാപ്റ്റർ വൈസ് നോക്കുന്നതാണ് നല്ലത്. ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി, ഓക്കെ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, PYQ നോക്കുക. അങ്ങനെ PYQ നോക്കുന്നുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പം നിങ്ങളൊരു പോർഷൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതിൽ നിന്നൊന്നും വരത്തില്ലായിരിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷേ PYQ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക, അതിൽ ആ ഒരു പോർഷനിൽ തന്നെ ഇന്നൊരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. അപ്പോഴായിരിക്കും നിങ്ങൾ റിയലൈസ് ചെയ്ത് നോക്കി ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടല്ലേ. അത് എൻ്റെ കാര്യത്തിൽ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ചിലത് പോർഷൻസൊക്കെ ഞാൻ ഇതൊക്കെ ചോദിക്കത്തില്ലായിരിക്കും, അങ്ങനത്തെ രീതിയിൽ ഞാൻ ജസ്റ്റ് വായിച്ചു പോയ പോർഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ട്, അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ്. ഏകദേശം ഞാൻ മാക്സിമം 2 വർഷത്ത് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അതായത് എൻ്റെ കാര്യത്തിൽ അത്ര മതിയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ അത്ര മതി ഞാൻ പറയത്തില്ല, കാരണം ഓരോരുത്തരുടെ രീതി ഡിഫറെൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു PYQൻ്റെ പാറ്റേൺ മനസ്സിലാക്കാം, ചിലപ്പോൾ 2 വർഷത്ത് നോക്കിയാൽ മനസ്സിലാവത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 3-4 വർഷം നോക്കുക. ഇതൊന്നും ഒരിക്കലും അതായത് എനിക്ക് 4 വർഷം നോക്കണം അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫൈനലി എന്താ വേണ്ടത്, മാർക്ക് വേണം. അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കി നമുക്ക് ഏതൊക്കെ രീതിയിലാണ്. ഇപ്പം ചിലപ്പം ഒരാൾക്ക് 2 വർഷം നോക്കിയാൽ തന്നെ ആ പാറ്റേൺ മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അപ്പം എന്ത് ചെയ്യുക,
3-4 വട്ടം ഉള്ള അത് 3-4 വർഷത്തെ പേപ്പർസൊക്കെ അതൊന്നൊരു അത്ര എന്താ പറയുക, അയ്യോ എനിക്കത്ര അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്, അതായത് എനിക്ക് പറ്റും. അങ്ങനെ എന്ത് ചെയ്യുക, ഈ PYQ നോക്കുക, ആ പാറ്റേൺ മനസ്സിലാക്കുക, ആ രീതിയിൽ ഓരോ സബ്ജക്റ്റും ഇതാക്കുക. ഇനി ഞാൻ എല്ലാത്തിലും ഈ PYQൻ്റെ കാര്യം പറയുന്നത് എല്ലാ സബ്ജക്റ്റിലും PYQൻ്റെ കാര്യം അങ്ങനെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് PYQ നോക്കാൻ നിന്നാൽ അങ്ങനെ നടക്കില്ല. ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞത് ഫുൾ പഠിച്ചിട്ടെന്നല്ല, ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയ ഈ ചാപ്റ്റർ ഇങ്ങനെയാണ്, എന്നിട്ട് എന്ത് ചെയ്യുക, PYQലോട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് PYQ എല്ലാ ഓരോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചു അങ്ങനെയല്ല, ജസ്റ്റ് PYQ ആ ചാപ്റ്ററിൽ വായിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യുക, വീണ്ടും വന്നിട്ട് ആ ചാപ്റ്റർ ഒന്നുകൂടെ നോക്കാം. അപ്പം നിങ്ങൾ ആ സെക്കൻഡ് ടൈം നോക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് വായിച്ച പോലെ അല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ ഉണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ സെക്കൻഡ് ടൈം നോക്കുന്നത്. ഇതാണ് ഫിസിക്സിൻ്റെ കേസ്. നെക്സ്റ്റ് കെമിസ്ട്രിയുടെ കേസാണ്. കെമിസ്ട്രിയും ഫസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മറ്റേ ഹാർഡ്, മോഡറേറ്റ്, ഈസി ലെവലായിട്ട് തിരിക്കാം. എന്നിട്ട് ഫസ്റ്റ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഈസി ആയിട്ട് ഹാർഡായിട്ടുള്ളതിൽ ഓൺലൈൻ ക്ലാസ് ആണ് സെയിം സംഭവം. കെമിസ്ട്രിയിൽ ഷോർട്ട് നോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം അതിൽ ഈ തിയറി ഫുൾ ഷോർട്ട് നോട്ടാക്കിയിട്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈ റിയാക്ഷൻസ് ഉണ്ടല്ലോ, ചില നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്, അതിനൊക്കെ എൻ്റെ എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ബുക്കൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് മിക്ക നെയിംഡ് റിയാക്ഷൻസിനും, അതായത് ആ റിയാക്ഷൻ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആ നെയിമും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കണം. ഇപ്പോൾ ഞാൻ റിയാക്ഷൻ്റെ പേരൊക്കെ മറന്നു പോയിട്ട്, കോഡ്സ് റിയാക്ഷൻ അങ്ങനെ എന്തില്ലേ, അതൊക്കെ ഞാൻ ഫുൾ കണക്ട് ചെയ്താൽ പഠിച്ചത്. അതായത് ഇങ്ങനെ ഇന്ന റിയാക്ഷൻ ഇന്ന സാധനം അങ്ങനെയല്ല പഠിച്ച. ഞാൻ ആ ഒരു റിയാക്ഷൻ്റെ പേര് നോക്കും, എന്നിട്ട് ആ റിയാക്ഷൻ നമുക്ക് ടെക്സ്റ്റ്, ഞാൻ കെമിസ്ട്രി നല്ലോണം ടെക്സ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. ആ റിയാക്ഷൻ ഞാൻ ഹാലോ ആൽക്കീൻസ് ആ ചാപ്റ്ററൊക്കെ നല്ലോണം ഫുൾ ടെക്സ്റ്റ് നോക്കി തന്നെ പോയാൽ. അപ്പം ഒരു നെയിംഡ് റിയാക്ഷൻ്റെ കാര്യം പറയാമെന്ന്. അതിൻ്റെ അടിയിൽ ആ റിയാക്ഷൻ വരച്ച് വെച്ചിട്ടുണ്ടാവില്ല, ഞാൻ എങ്ങനെയും അത് രണ്ട് കണക്ട് ചെയ്യാൻ നോക്കും. ആ പേര് ഇപ്പോൾ ഇവിടെ O ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതാ ഇവിടെയും ആ റിയാക്ഷനിൽ O ഉണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പഠിക്കും. അങ്ങനത്തെ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറന്നു പോവില്ല. എക്സാമിൽ നമുക്കിങ്ങനെ കുറേ ടൈം ആലോചിക്കേണ്ടി വരില്ല ഇതെന്തായിരുന്നു. ചില സമയത്ത് ഇപ്പോൾ നമ്മൾ നെയിംഡ് ആണെങ്കിൽ അറിയാതെ ഇഷ്ടം പോലെ നെയിംഡ് റിയാക്ഷൻ പഠിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എല്ലാം കഴിയുമ്പോൾ അയ്യോ ഫസ്റ്റത്തെ ഞാൻ പഠിച്ചത് അങ്ങനെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കാണാതെ പഠിച്ച് ഓർത്തെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു റിയാക്ഷൻ്റെ പേരിൽ തന്നെ നമ്മളിങ്ങനെ ആദ്യം ഇത് വേണം, അപ്പം ഇങ്ങനെ ഓക്കെ, അപ്പം നമ്മൾ പേര് വായിക്കുമ്പോൾ ഇത് ഈ സംഭവം അങ്ങനത്തെ ഒരു ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ പഠിച്ചത്. അതായത് ഏതൊരു നെയിംഡ് റിയാക്ഷന് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ കോമ്പൗണ്ടായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ആ കണക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുക. പിന്നെ ആ റിയാക്ഷൻ ഞാൻ മനസ്സിലാക്കും. ഒരിക്കലും ഞാൻ റിയാക്ഷൻ ഇങ്ങനെ കാണാതെ ഇന്ന ആൽക്കഹോൾ എടുത്ത് ഇതും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയല്ല പഠിച്ച. ആ റിയാക്ഷൻ വരച്ചിട്ടുണ്ടാവല്ലോ, ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കും. ഓക്കെ ഇവിടെ നിന്ന് ഓക്കെ ഇപ്പോൾ ഈ H ഇങ്ങോട്ട് പോയോണ്ടാണ് ഇവിടെ ഇന്ന പ്രൊഡക്റ്റായിട്ട് വന്നത്, അങ്ങനെ മനസ്സിലാക്കും. ഒരിക്കലും റിയാക്ഷൻ കാണാതെ പഠിക്കരുത്. പഠിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, നിങ്ങളിപ്പം മറന്നുപോയി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. അതായത് ഓക്കെ ഇവിടുന്ന് ഈ H പോയോണ്ടാണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് ഇപ്പോൾ H2O വന്നത്, അങ്ങനത്തെ ഒക്കെ രീതിയിൽ പഠിച്ചു വെച്ചാൽ ആദ്യം നെയിമിൽ നിന്ന് ആ റിയാക്ഷൻ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഇന്ന സംഭവങ്ങളാണ് അതിലുള്ളതെന്നുള്ള ഐഡിയ ആക്കി വെക്കുക. പിന്നെ മനസ്സിലാക്കി ഇതെടുത്ത് അങ്ങോട്ട് പോകാം. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും എനിക്ക് ചാൻസ് തോന്നുന്നില്ല. ഞാൻ പറ്റുവാണെങ്കിൽ ആൻസർ ഷീറ്റിൻ്റെ ആ ഇതിൽ എൻ്റെ ടെക്സ്റ്റ് ബുക്കും കൂടെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് റിയാക്ഷൻസ് പഠിച്ചതെന്നുള്ള കാര്യം കൂടെ പറയാം. അപ്പോൾ റിയാക്ഷൻസ് ഇങ്ങനെ എഴുതി വെക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ അതിപ്പം നിങ്ങൾ ഒരു എന്തായാലും +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അങ്ങനെ ഉള്ള ഗുണം. പിന്നെ നിങ്ങൾക്ക് അത് നമ്മൾ കീമിൻ്റെ കേസിലൊക്കെ +2ൻ്റെ അത് വെച്ച് നമുക്ക് നല്ലൊരു റാങ്ക് വാങ്ങാൻ പറ്റും. അപ്പം ഈ കെമിസ്ട്രി ഒക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു A4 ഷീറ്റിൽ റിയാക്ഷൻ്റെ പേര്, അവിടെ എന്താണ് നടക്കുന്നത്, ലാസ്റ്റ് ഒരു റിയാക്ഷൻ എങ്ങനെ, അതിൻ്റെയും എൻ്റെ ഒരു പേപ്പറാണ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുക. അതായത് അതിപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, എൻട്രൻസിനും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ടൈമിലൊക്കെ എന്ത് ചെയ്യുക, ഓക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ച് നോക്കുക. അങ്ങനെയാണ് റിയാക്ഷൻ്റെ കേസിൽ എനിക്ക് പറയാം. പിന്നെ ന്യൂമോണിക്സ്, ഞാൻ എൻ്റെ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത കാര്യം ന്യൂമോണിക്സാണ്. അതിപ്പം വേറെ എവിടെ നിന്ന് നോക്കിയിട്ടൊന്നുമല്ല, ഞാൻ തന്നെ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ കെമിസ്ട്രി. എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ
കാണാതെ പഠിക്കാറുണ്ട്, ഞാൻ ഇല്ല എന്നല്ല, കുറേ തിയറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ കാണാതെ പഠിച്ച് പോകാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറേ മിക്കത് ഞാനിങ്ങനെ എന്ത് ചെയ്യും, കണക്ട് ചെയ്താൽ പഠിക്കാറ്. അങ്ങനെ വരുമ്പോൾ മറന്നു പോകില്ല. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ ഫുൾ സ്കൂൾ ലൈഫ് കഴിഞ്ഞല്ലോ, അതിൽ നിന്ന് ഞാൻ പറയാം, ന്യൂമോണിക്സ് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് പെട്ടെന്ന് എല്ലാം ഓർമ്മ വരും. പിന്നെ കെമിസ്ട്രിയിൽ തിയറി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. എനിക്ക് പറഞ്ഞത് കുറേ പോർഷൻസ് ഡിലീറ്റ് ചെയ്തെന്ന, ലൈക്ക് ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര റെഡ്യൂസ് ചെയ്തല്ലോ. ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ മറ്റേ ഏതാ D&F ബ്ലോക്ക്, ഞാൻ കുറേ പേരൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനത്തെ കുറേ ചാപ്റ്റേഴ്സ് ഇല്ലേ ഫുൾ തിയറി ആയിട്ടുള്ള, അതൊക്കെ ഞാൻ ചെയ്തിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അതായത് ഫുൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫുൾ നോട്ടല്ല, ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ D&F ബ്ലോക്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇന്ന നമ്പർ തൊട്ട് ഇന്ന നമ്പർ തന്നെയാണ് അതുള്ളത്, വേറെ പേര് ഇതാണ്, അങ്ങനെയൊക്കെ എന്താ പറയുക, ഫുൾ ഇങ്ങനെ ദിസ് ഈസ് നോൺ ആസ് D&F ബ്ലോക്ക് അങ്ങനല്ല, പോയിൻ്റ് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാകും. അതിങ്ങനെ റിവൈസ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ പ്രോപ്പർ സെൻറ്റൻസിൽ എഴുതിയാലും, ഇപ്പോൾ വലിയ പാരഗ്രാഫ് എഴുതിയാലും, നിങ്ങൾ പോയിൻ്റ് എഴുതിയാലും നിങ്ങൾക്ക് സെയിം മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഞാനൊരിക്കലും എൻ്റെ പേപ്പേഴ്സ് ഇങ്ങനെ വലിയ പാരഗ്രാഫായിട്ട് ഇപ്പം എന്താ പറയുക ഒരു ലോഡ് എഴുതി വെക്കാറില്ല. ഞാൻ കൃത്യം പോയിൻ്റുകൾ മാത്രം എഴുതാറ്. അങ്ങനെ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ നോക്കുന്ന ടീച്ചേഴ്സിന് ആ പോയിൻ്റുകൾ പെട്ടെന്ന് ഇതാക്കാൻ എളുപ്പമാണ്. നമുക്ക് ടൈം ഭയങ്കരമായിട്ട് സേവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കുറേ പാരഗ്രാഫ് എഴുതിയാൽ അത്രയും ടൈമാണ് പോകുന്നത്. അതിന് പകരം എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ D&F ബ്ലോക്ക് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡി ബ്ലോക്ക് പഠിക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻറ്റ് ഇന്ന നമ്പർ തൊട്ട് ഇന്ന നമ്പർ, ഇന്ന അറ്റോമിക് നമ്പർ ഇന്ന നമ്പർ വരെയാണ് ഡി. അങ്ങനെയുള്ള മെയിൻ പോയിൻ്റുകളുണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഈ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തുള്ള നോട്ടല്ല. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ D ബ്ലോക്ക് എന്ന് എഴുതാം, എന്നിട്ട് വെറുതെ അറ്റോമിക് നമ്പർ ഇത്ര തൊട്ട് ഇത്ര, പിന്നെ അതിന് വേറെ നെയിം ഉണ്ടെങ്കിൽ അത് മാത്രം, അങ്ങനെ മാത്രം കുഞ്ഞു കാര്യങ്ങൾ എഴുതി വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഈ പോയിൻ്റുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ മുമ്പിൽ ഇപ്പോഴത്തെ അറ്റോമിക് നമ്പർ ഫ്രം ദിസ് ടു ദിസ് ഈസ് നോൺ ആസ് D ബ്ലോക്ക് അങ്ങനെ എഴുതുക. അത് ഒരു സെൻറ്റൻസ് ആക്കുക, നിങ്ങൾ ഇതാക്കുക, അത്ര മതി. പിന്നെ സെയിം P വയ്ക്കും. ഇത്രയാണ് കെമിസ്ട്രിക്കുള്ളത്.